ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പൊട്ടറ്റോ വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അടിപൊളി ടേസ്റ്റാട്ടോ. ഇങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പ്ലേറ്റ് തിരുന്ന വരി അറിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കിഴങ്ങെടുത്ത് നന്നായിട്ട് പുഴുങ്ങി വെക്കണം, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒരു തരി പോലും ഇല്ലാതെ നമ്മൾ ഉടച്ചെടുക്കണം. കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് സബോളയും ചില്ലി ഫ്ലേക്സും പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാല, അതൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉപ്പിൻ്റെ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സബോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ്. മൈദപ്പൊടി നമ്മൾ ചേർക്കുന്നേയില്ല, കോൺഫ്ലവർ പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാലയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞ് ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ പരുത്തി കത്തി കൊണ്ട് ഈ 4 അറ്റം മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ നേരെ ആണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ നീളത്തി മുറിച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കണേ. ഒരു 5-10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഞാൻ ഫ്രീസറിനകത്തോട്ടാണ് വെച്ചത്. എന്നിട്ട് എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആകും, ഒത്തിരി നേരമൊന്നും എടുക്കില്ല. കണ്ടില്ലേ, ഇത് ഇപ്പം നല്ല മുരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇട്ട പുറകെ തന്നെ. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് നന്നായിട്ട് നമുക്കിതിനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കളറിലെത്തുമ്പോൾ നമുക്കിത് എടുക്കാം. ഇങ്ങനെ ഞാൻ സ്പൂണും കൊണ്ടൊക്കെ എടുത്തിട്ട് ഇത് തന്നെ ഇടാൻ വേണ്ടി പാടായിരുന്നു. പിന്നെ നമ്മളിതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ റൗണ്ടാക്കിയാണ് ഇട്ടത്. കാരണം ഞങ്ങളിങ്ങനെ നീളത്തിയിട്ട് പല ഷേപ്പ് വേണമല്ലോ. പിന്നെ ഭയങ്കര കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് റൗണ്ട് ചെയ്ത് ഉരുട്ടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ട്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും അതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ആണ്. അപ്പോൾ ഓക്കെ, ബൈ.